കഴിഞ്ഞ വർഷമോ അല്ല അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വെച്ചാൽ ആവറേജ് സാലറി നിന്ന് 10 lakh ആണ്. ഹയസ്റ്റ് സാലറി വരുന്നത് 28 ലക്ഷം രൂപയാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് സാലറി വരുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു 18 വയസ്സുള്ള ഒരാൾ 3 വർഷമാണ് CMA ഇന്ത്യ പഠിക്കാൻ വേണ്ടി വരുന്നത്. 21ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു CMA ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നിരിക്കുക. 22ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് ആവറേജ് ഉള്ളത്. മാക്സിമം എത്ര പേര് കിട്ടിയിട്ടുണ്ട്? 28 ലക്ഷം രൂപ വരെ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആവറേജ് കിട്ടിയ ഒരാൾക്ക് മന്ത് നമുക്ക് ഒരു 80,000 to 90,000 പേര് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാധാ ഒരു BCom ആണ്, അല്ലെങ്കിൽ BB ആണ്, അല്ലെങ്കിൽ MB ആണ്, MCom ആണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്ന ഒരു 10,000 മുതൽ 25,000 രൂപ വരെ എന്ത് ചെയ്യുള്ളൂ ഇനീഷ്യലി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നേരെ മറിച്ചിട്ട് ഒരു CMA ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് മിനിമം എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 lakhന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വാളിഫൈഡ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് നേരെ മറിച്ച് നിങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 60,000 രൂപ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ടൗൺ ടു ടൗൺ നിങ്ങൾ ടൗണിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുമ്പോൾ ഒരിക്കലും കാലിക്കറ്റിലെ സാലറി അല്ല കൊച്ചി കിട്ടുന്നുണ്ടാവുക, കൊച്ചിയിലെ സാലറി അല്ല ചെന്നൈയിൽ ഉണ്ടാവുക, ബാംഗ്ലൂർ ഉണ്ടാവുക. ഇനി GCCയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ സാലറി എന്ത് ചെയ്യും? ഹൈ ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പാക്കേജസ് ആണ് എന്ത് ചെയ്യുക നമുക്കൊരു CMA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഉണ്ടാവുക. ഒരു ആവറേജ് സാലറി 10 lakh, മാക്സിമം സാലറി വരുന്നത് 28 lakh per annum ആണ് ചെയ്യുന്നത് ഉള്ളത്.